ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഈസി ഇംഗ്ലീഷ് ടിപ്പ്. ഇന്ന് നമുക്ക് നെഗറ്റീവ് സെന്റൻസ് നോക്കാം. എന്താണ് നെഗറ്റീവ് സെന്റൻസ് എന്നത്? ഒരാക്ഷൻ നടക്കുന്നില്ല എന്ന് പറയാൻ യൂസ് ചെയ്യുന്നതാണ് നെഗറ്റീവ് സെന്റൻസ്. അതിന്റെ ബേസിക് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഡു ഡസ് പ്ലസ് നോട്ട് പ്ലസ് ബേസ് വേർബ്. ഈച്ച്, ഗോ, പ്ലേ, വാച്ച് വേർബ് ബേസ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. റൂൾ നമ്പർ 1, ഐ, യു, വി, ദേ. ഇവർക്ക് നമ്മൾ ഡു നോട്ട് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ഐ ഡു നോട്ട് ഈറ്റ് റൈസ്, വി ഡു നോട്ട് ഗോ ടു സ്കൂൾ, ദേ ഡു നോട്ട് വാച്ച് ടി വി. ഇത് നമുക്ക് സിമ്പിൾ അല്ലേ ഫ്രണ്ട്സ്? റൂൾ നമ്പർ 2, ഹി, ഷീ, ഇറ്റ്. ഇവർക്ക് ഡസ് നോട്ട് യൂസ് ചെയ്യണം. എക്സാമ്പിൾസ് നോക്കാം. ഹി ഡസ് നോട്ട് ഈറ്റ് റൈസ്, ഷീ ഡസ് നോട്ട് പ്ലേ ഫുട്ബോൾ, ഇറ്റ് ഡസ് നോട്ട് റെയിൻ ടുഡേ. റിമെമ്പർ, സെന്റൻസ് നെഗറ്റീവ് ആകുമ്പോൾ അതിൽ വേർബിന് എസ് ആഡ് ചെയ്യാറില്ല. ഷോർട്ട് ഫോം ഡു, നോട്ട്, ഡോണ്ട്, ഡസ് നോട്ട്, ഡസന്റ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സെന്റൻസ് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ സെന്റൻസ്? ഒരു കാര്യം ചോദിക്കാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ സെന്റൻസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ്, നിങ്ങൾ ഫുഡ് കഴിക്കാറുണ്ടോ, സ്കൂളിൽ പോകാറുണ്ടോ, ഇതൊക്കെ ക്വസ്റ്റ്യൻ സെന്റൻസ് ആണ്. അതിന്റെ ബേസിക് സ്ട്രക്ചർ ഡു ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബേസ്ഡ് വേർബ്. റിമെമ്പർ ഫ്രണ്ട്സ്, വേർബ് ബേസ്ഡ് ഫോം മാത്രം യൂസ് ചെയ്യണം. ഗോ, ഈറ്റ്, പ്ലേ, നോ ഇസ്. റൂൾ നമ്പർ 1, യു, വി, ദേ. ഇവർക്ക് ഡു യൂസ് ചെയ്യും. എക്സാമ്പിൾ, ഡു യു ഈറ്റ് ഫുഡ്, ഡു വി പ്ലേ ഫുട്ബോൾ, ഡു ദേ സ്റ്റഡി ഇംഗ്ലീഷ്. ഇത് സിമ്പിൾ അല്ലേ ഫ്രണ്ട്സ്? റൂൾ നമ്പർ 2, ഹി, ഷീ, ഇറ്റ്. ഇവർക്ക് ഡസ് യൂസ് ചെയ്യും. എക്സാമ്പിൾ, ഡസ് ഹി ഈറ്റ് റൈസ്, ഡസ് ഷീ ഗോ ടു സ്കൂൾ, ഡസ് ഇറ്റ് റെയിൻ ടുഡേ. ഇമ്പോർട്ടന്റ് റൂൾ, ഡസ് ഷീ ഗോസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഡസ് ഷീ ഗോ എന്നാണ് പറയേണ്ടത്. അതായത് ഡസിന് ശേഷം ബേസ് വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. എസോ ഇയസോ അതിൽ ആഡ് ചെയ്യില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഈസി ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇതിന്റെ കൂടെ വർക്ക്ഷീറ്റും വേർബ് ആക്ഷൻ സ്ലൈഡും ഞാൻ ആഡ് ചെയ്തു തരാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.